റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് എന്നൊരു വാർത്ത വരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്ന പരാതിയിലാണ് കേസ്. യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സജു ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ ഈ വാർത്ത ഈ വരുന്ന സമയത്ത് വേടനുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ നമുക്ക് ഇതുവരെയും പ്രതികരണം കിട്ടിയിട്ടില്ല. എന്താണ് വേടന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളതെന്ന് നമുക്ക് ഇതുവരെ കേൾക്കാനും സാധിച്ചിട്ടില്ല. എന്താണ് സജു ദേവസ്യ FIR-ൽ പറയുന്നത്? ആരാണ് കേസ് കൊടുത്തത്? എപ്പോഴാണ് സംഭവം നടന്നത്? ഡോക്ടർ അരുൺകുമാർ, യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പരാതിയിൽ ഈ യുവ ഡോക്ടർ ആരോപിക്കുന്ന കാര്യം 2021 മുതൽ 23 വരെ വേടനുമായി ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേടൻ വിവാഹ വാഗ്ദാനം അടക്കം നൽകി. ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. പിന്നീട് അത് സൗഹൃദമായി വളർന്നു. വിവാഹ വാഗ്ദാനം നൽകി, അത് വിശ്വസിച്ചു. അതിനിടെ കോഴിക്കോട് വെച്ചും പിന്നീട് കൊച്ചിയിലെത്തിച്ചും പീഡനത്തിന് ഇരയാക്കി. പക്ഷേ പിന്നീട് ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് വേടൻ പിന്മാറി. അത് വലിയ തോതിൽ മാനസികമായി തളർത്തി. വലിയ ട്രോമയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്മാറിയതിന്റെ കാരണമടക്കം പറഞ്ഞതുമില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിശ്വസിപ്പിച്ച് തന്നെ വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനവും ഒക്കെ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായത്. അതിനുശേഷം പക്ഷേ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയായിരുന്നു എന്ന പരാതിയാണ് കോഴിക്കോടെ ഫ്ളാറ്റിലും തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുമൊക്കെ എത്തിച്ച് പീഡനത്തിന് ഇരയാക്കി എന്നാണ് പരാതി. ആ പരാതി ലഭ്യമായതിന് പിന്നാലെ തൃക്കാക്കര പോലീസ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ പറയുന്ന കാര്യം എങ്ങനെയാണ്? അതായത് 2021 മുതൽ 23 വരെയുള്ള കാലയളവാണ്. ആ കാലയളവിൽ പൂർണ്ണമായും വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇങ്ങനെയൊരു ബന്ധം തുടർന്നു വന്നിരുന്നത്. അതിനിടെ പലതവണ ഇങ്ങനെ ഇരയാക്കി ഉപയോഗിച്ചു. അതിനുശേഷം കാരണമൊന്നും പറയാതെ പിന്നീട് ഒഴിവാക്കി. അത് വലിയ തോതിൽ മാനസികമായി തളർത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അങ്ങനെ വലിയൊരു വിശ്വാസ വഞ്ചന ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ബോധപൂർവ്വം കുരുക്കിലാക്കിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഈ മൊഴി കൂടിയും വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുൻപ് അടക്കം ഇരയാക്കപ്പെട്ടു എന്ന പരാതി കൂടി പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന IPC സെക്ഷൻസ് ചുമത്തിയാണ്, അതായത് 376 അടക്കം, അതായത് ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. തുടർന്ന് അതായത് ഈ കാര്യത്തിൽ എന്താണ് വേടന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്നതിനെ കുറിച്ച് നമുക്ക് നടന്നിരിക്കുന്നത്. പരാതി 2025-ലാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. അതിനിടയിലാണ് വേടന്റെ മറ്റു കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ പരാതി നൽകിയത് ഇപ്പോഴാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെയാണ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് പുലർച്ചയോടുകൂടിയാണ് അക്കാര്യത്തിൽ കേസെടുക്കുന്നതിലേക്ക് തൃക്കാക്കര പോലീസ് പോയിരിക്കുന്നത്. പരാതി നൽകി ഇന്നലെ ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ മൊഴിയിൽ വളരെ കൃത്യമായി ഇങ്ങനെ പല സ്ഥലങ്ങളിലായി എത്തിച്ച്, അതായത് കോഴിക്കോടും കൊച്ചിയിലും എറണാകുളത്തും തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലും എത്തിച്ച് പീഡനത്തിന് ഇരയാക്കി, ലൈംഗിക പീഡനത്തിന് ഇരയാക്കി, വിശ്വാസ വഞ്ചനയുണ്ടായി. ഇവയെല്ലാം ഈ വിവാഹം എന്ന വാഗ്ദാനത്തിന്റെ പുറത്തായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്നീട് അപ്രതീക്ഷിതമായി പിന്മാറുകയായിരുന്നു. അതിന്റെ പേരിലുള്ള വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചു. അതുകൊണ്ട് ആ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ പരാതിയായി നൽകാൻ കഴിയാതെ പോയി. പിന്മാറിയത്, അതായത് വിവാഹം കഴിക്കും എന്നതിൽ നിന്ന് പിന്മാറിയത് തുടർന്ന് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായി. പിന്നീട് വലിയ ട്രോമയിലേക്ക് പോയി. അതുകൊണ്ട് പരാതി ആ ഘട്ടത്തിൽ നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പരാതി നൽകണം എന്ന് തീരുമാനിച്ചത് ഇപ്പോഴാണ്. കാരണം ഈ ആദ്യഘട്ടത്തിലൊന്നും ഇതിന്റെ ഒരു ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരുന്നത് കൊണ്ട് ആ ഘട്ടത്തിൽ ഒരു നിയമപരമായ നടപടിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു മാനസിക നിലയുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് പുറത്തു കടക്കാനൊക്കെ ശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു പരാതിയിലേക്ക് പോകാൻ തീരുമാനിച്ചത് എന്നാണ് ഈ മൊഴിയിൽ പറയുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പരാതി നൽകാൻ കാലതാമസം ഉണ്ടായത് എന്നതാണ് മൊഴിയിലെ വാദം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അങ്ങനെ സാധാരണ നിലയ്ക്ക് ഒരു സൗഹൃദം ഉണ്ടാകുന്നു. ഇൻസ്റ്റാഗ്രാം വഴി ആദ്യം പരിചയപ്പെടുന്നു, പിന്നീട് അത് വലിയ സൗഹൃദമായി വളരുന്നു. അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകുന്നു. വിവാഹ വാഗ്ദാനം നൽകിയത് കൊണ്ട് തന്നെ അത്തരം സൗഹൃദമായിരുന്നു പിന്നീട് തുടർന്നു വന്നിരുന്നത്. പക്ഷേ പിന്നീട് വലിയ വഞ്ചനയും ചതിയുമാണെന്ന് വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. കാരണങ്ങളൊന്നും പറയാതെ വളരെ പെട്ടെന്ന് ഒഴിവാക്കുന്നു. അതിന് വേടൻ പറഞ്ഞ ന്യായീകരണം എന്ന നിലയ്ക്ക് മൊഴിയിൽ പറയുന്നത് വളരെ ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഈ യുവതിക്ക് വലിയ പൊസസീവ്നെസ് ആണ്. അതുകൊണ്ട് ഈ ബന്ധം
തുടർന്നു പോകാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേടൻ ഈ ബന്ധം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. അതുവരെ ഇത് വിശ്വസിച്ച്, അതായത് ഒരു വിവാഹ ബന്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നത് വിശ്വസിച്ചായിരുന്നു ഈ ബന്ധം തുടർന്നിരുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് പരാതി. പക്ഷേ അതിന് വേടൻ ആ ബന്ധം അവസാനിപ്പിച്ചു പോകുമ്പോൾ ഇത് തുടരാൻ കഴിയില്ല എന്ന് വേടൻ പറയുന്നുണ്ട്. കൺസെൻഷ്യലായി തുടങ്ങിയ ബന്ധമാണ്, പക്ഷേ പിരിയുന്ന സമയത്ത് ഇത് കൺസെൻഷ്യൽ ആയിരുന്നില്ല. വേടൻ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്ത് പിരിഞ്ഞിരിക്കുന്നു. അതാണ് ഒരുപക്ഷെ യുവ ഡോക്ടർക്ക് മാനസികമായ വിഷമം ഉണ്ടാക്കിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ട്രോമയിലാണ് ഇത്രയും കാലം കഴിഞ്ഞത്, അതുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് യുവ ഡോക്ടർ പറയുന്നത്. അതായത് 2023 ശേഷം വേടനും ഈ യുവ ഡോക്ടറും തമ്മിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ഈ കാര്യങ്ങളിൽ കുറെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ബന്ധം അവസാനിപ്പിക്കുകയല്ല. ഉദാഹരണത്തിന് ഒരു വ്യക്തിവിനെ സംബന്ധിച്ചിടത്തോളം കൺസെന്റ് എന്നത് സ്വാഭാവികമായും അവരുടെ കൂടി തീരുമാനം അല്ലെങ്കിൽ അവരുടെ കൂടി വിവേചനാധികാരം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടണമല്ലോ. ഏതായാലും പരാതിയിലെ ആരോപണങ്ങൾ ഇങ്ങനെയാണ്. അതിനുശേഷം അതായത് ഈ കാര്യത്തിൽ പിന്നീട് ആശയവിനിമയങ്ങൾക്ക് ശ്രമം നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം മൊഴിയിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരണം. പക്ഷേ ഏകപക്ഷീയമായി ഈ ബന്ധം അവസാനിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർ വലിയ ട്രോമയിലേക്ക് എടുത്തെറിയപ്പെടുന്നു, വലിയ ഡിപ്രഷനിലേക്ക് പോകുന്നു, വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നു. പിന്നീട് അതൊരു ഒരു ചതിയുടെ ശരൺ, ഇപ്പോൾ 2 വർഷത്തിന് മുൻപ് നടന്നൊരു സംഭവമാണ്. ഇപ്പോഴാണ് യുവ ഡോക്ടർ വരുന്നത്. തീർച്ചയായിട്ടും ഒരു ഇര അവരുടെ അപകടാവസ്ഥയ്ക്ക് ശേഷം ഒരു ട്രോമ സ്റ്റേജിൽ പോയാൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ 2 കേസുകൾ വേടനെതിരെ വന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അതൊരു ബലാത്സംഗ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ വേടനുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? വേടനുമായി ബന്ധപ്പെട്ടവരോട് നമുക്ക് ഇക്കാര്യം സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? വേടന്റെ ഭാഗം ഇതുവരെയും നമ്മൾ കൊടുത്തിട്ടില്ല. മൊഴിയിൽ തന്നെ പറയുന്നത് വേടന് ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നതിന് ഈ യുവ ഡോക്ടർ പൊസസീവാണ് എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് വേടൻ പിന്മാറുന്നു എന്നത് ഈ യുവ ഡോക്ടറെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. വേടൻ മറ്റൊരു വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ കേസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് വേടനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്? നമുക്ക് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നോ ശരൺ? അരുൺകുമാർ, അവരുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അവരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വൈകാതെ തന്നെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള മീറ്റു ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ വേടനോടും ഒപ്പം തന്നെ വേടന് ഒപ്പമുണ്ടായിരുന്ന ആളുകളോടും ഒക്കെ തന്നെ സംസാരിച്ചിരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള മീറ്റു ആരോപണങ്ങൾ തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരുന്നതെന്നുള്ളതാണ്. പിന്നീട് നിയമ നടപടികളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആലോചിക്കാം, എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ളത് ആലോചിക്കാമെന്നുള്ളത് വേടൻ പറഞ്ഞിരുന്നതാണ്. ഏതായാലും ഇപ്പോൾ അത് കേസ് ആയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള മീറ്റു ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ്. കാരണം ഇത് നേരത്തെ 2020-21 കാലയളവിലാണ് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നത്. അതിനുശേഷം കോഴിക്കോട് വച്ചാണ് വേടൻ പീഡിപ്പിച്ചതെന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ കൊച്ചി അടക്കം പലയിടങ്ങളിലായിട്ട് വേടന്റെ പരിപാടികൾ ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ നടക്കുമ്പോൾ തന്നെ പലയിടങ്ങളിലായി വെച്ച് പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് യുവ ഡോക്ടറുടെ പരാതി. ഈ യുവ ഡോക്ടറുടെ പരാതിയിലാണ് ഇന്നലെ തൃക്കാക്കര പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പഴയ IPC 376 പ്രകാരമുള്ള വകുപ്പുകൾ ആണ് ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അടുത്ത നടപടി, അതായത് യുവ ഡോക്ടറെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനകത്ത് തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴിയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും വേടനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുക. എന്നാൽ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് വേടന്റെ പ്രതികരണം തന്നെയാണ്. എങ്ങനെയായിരിക്കും വേടൻ അതിൽ പ്രതികരിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം വ്യക്തിപരമായി സംസാരിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇനി ഒരു കേസിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും വേടന്റെ പ്രതികരണം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്താണ് വേടന് പറയാനുള്ളത് എന്നതുകൂടി നമുക്കറിയണം. നേരത്തെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് വേടനെടുത്ത നിലപാട് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് എന്നുള്ളതാണ്. വേടന് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കണം. വേടന്റെ വേർഷൻ ഇതുവരെയും നമ്മൾ കേട്ടിട്ടില്ല. 2023 അവസാനിച്ചൊരു ബന്ധമാണ് ഇപ്പോൾ 2025 ഒരു കേസായിട്ട് മാറിയിരിക്കുന്നു. ആ കേസിൽ ഇപ്പോൾ വേടന് പറയാനുള്ളത് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൺസ്റ്റിറ്റ്യൂഷനായി തുടങ്ങിയ ഒരു ബന്ധത്തിൽ നിന്ന് വേടൻ ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു. വിവാഹ വാഗ്ദാനം കൊടുത്തിരുന്നു എന്നാണ് യുവ ഡോക്ടറുടെ മൊഴിയിലുള്ളത്. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിലാണ് പലയിടങ്ങളിലായിട്ട് വേടൻ തന്നെ പീഡിപ്പിച്ചത് എന്നാണ് യുവ ഡോക്ടർ മൊഴി കൊടുത്തിരിക്കുന്നത്. 23 ശേഷം പിന്നീട് ബന്ധമുണ്ടായിട്ടുമില്ല. അപ്പോൾ എന്താണ് ഇനി വേടന് പറയാനുള്ളത് എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്.